ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ട്രിപ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിനു, അതാരെയും കാണാൻ ബാക്കിയുണ്ട്, അതൊന്നും അതിൽ പോയി കാണേണ്ട, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇതിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ അതൊന്നുമില്ല, ഇതിപ്പോൾ 7 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തലേന്ന് രാത്രിക്കുള്ള വിശേഷം നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ അതൊക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് പിന്നെ പുറത്തിറങ്ങി നടക്കാനിറങ്ങി. അങ്ങനെ ലൈറ്റിൽ കിടക്കാൻ ലേറ്റായിപ്പോയി. അന്നേരം എണീക്കാനും കുറച്ച് ലേറ്റായിപ്പോയിന്. അതാണ് രാവിലെ എണീക്കണം എന്നെല്ലാം വിചാരിച്ചിന്. നല്ല തണുപ്പെല്ലാം ഉണ്ടേനു കേട്ടോ ആ ഒരു ടൈമിൽ. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ, മഞ്ഞെല്ലാം ഉണ്ടേനു. 7 മണി കഴിഞ്ഞിട്ടും മഞ്ഞെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ അത്രത്തോളം കാണാൻ പറ്റൂല കേട്ടോ, ഇപ്പം നമ്മൾ നേരിട്ട് കാണുന്ന പോലെ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിന്. പിന്നെ ഞങ്ങൾ ഒരു 8:30-9 മണിൻ്റെ ഉള്ളിലായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിന്. ഹംദക്ക് ഞാൻ ചോക്കോസാണ് എടുത്തിന്. ഒക്കെ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചോക്കോസ് തന്നെയാണ് കൊടുക്കൽ. അങ്ങനെ അതെടുത്ത് ഫുഡിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോ തിരക്കിലായിപ്പോയി. അങ്ങനെ ഞാൻ എടുത്ത കോഫിയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ 2-3 പേര്. അങ്ങനെ പോയി നോക്കുമ്പോൾ ചെറിയ ഹട്ട് പോലെയല്ല ആയിട്ട് കാണുന്നത് കേട്ടോ. രാത്രി ടൈമായതുകൊണ്ട് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേനു. പിന്നെ ഈ ഹട്ടിലിരുന്ന് കുറച്ച് സമയം സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോക്കാന്നേ. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, കാണുന്ന പോലെയല്ല കേട്ടോ, നടക്കുമ്പോൾ നല്ല വേദന ഉണ്ടാകലുണ്ട് കാലിന്. പിന്നെ നമുക്ക് 3 ആൾക്കും ഉണ്ടായി കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം അങ്ങനെ ഇപ്പം അങ്ങനെ നടക്കുന്നില്ലല്ലോ, അതെല്ലാം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ മനസ്സിലായി 3 പേർക്കും ഉണ്ടെന്ന് പറഞ്ഞേരം. എന്നാൽ പിന്നെ ആ സ്റ്റെപ്പിൻ്റെ എന്തോ ഒരു പ്രോബ്ലമാണ്. എപ്പോഴും വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്ന് വിചാരിക്കും, പിന്നെ മടിയുണ്ട്, അങ്ങനെ അവിടെ സ്റ്റോപ്പാക്കലാണ്. ഇനി പിന്നെ ഈ റിസോർട്ടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. നമ്മൾ ഈ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എവിടം വരെ ഉണ്ട് എന്നെല്ലാം ബാക്കി എന്താ ഉള്ളതെന്നെല്ലാം കാണാൻ വേണ്ടി പോയതേനു. പിന്നെ ഈ ഒരു സ്റ്റെയർ കയറിയാലാണ് ക്യാമ്പ് ഫയറില്ലേ, നമ്മൾ രാത്രിക്ക് പോയ ആ ഒരു സ്ഥലത്തേക്ക് എത്തുക. നാളെ പിന്നെ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
പിന്നെ ഞാൻ ഇത് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിച്ചു തന്നാൽ ഇനി ആർക്കെങ്കിലും ഫാമിലി ആയിട്ട് വരുമ്പോഴോ യൂസ്ഫുൾ ആവുമല്ലോ, അത് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. എന്തെങ്കിലും പറയാനുള്ള കാര്യം വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇങ്ങനത്തെ വ്യൂ ഇവിടുത്തെ റൂംസിനെ പറ്റിയിട്ടെല്ലാം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോക്കാന്ന്. നമ്മൾ തന്നെ ഇപ്പോൾ 8 റൂമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 റൂമായിട്ട് ഏകദേശം ഒരേപോലത്തെ ആയിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഡിഫറെൻ്റ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ റൂം നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അതുപോലത്തെ റൂം ആർക്കും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് കസിൻസും പിള്ളേരെല്ലാം ആയിട്ട് കുറച്ചധികം ആളുണ്ടേനും. അങ്ങനെ അത് അത്യാവശ്യം കുറച്ച് വേണമെന്നുള്ള റൂമാണ്. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസോർട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫാമിലി എല്ലാം ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ കപ്പിൾസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാനാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ വീണ്ടും പൂളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളാരും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പൂളിൽ വെള്ളത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പൂളിൻ്റെ വീണ്ടും ഇറങ്ങി 11 മണിക്കൊക്കെ നമ്മൾ വെക്കേറ്റ് ചെയ്യണ്ടേ. എന്തായാലും ലേറ്റായി പോകും. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെയെല്ലാം ആവുന്നതുകൊണ്ട് നമ്മളാരും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ മൊത്തത്തിൽ സൗണ്ട് പോയി കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് വോയിസൊന്നും അങ്ങനെ കൊടുക്കാത്തത്. ഇനിയും സൗണ്ട് വരുന്നവരെ വെയിറ്റ് ആക്കി എന്നാൽ വീഡിയോ നല്ലോണം ലേറ്റായി പോകും. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം തന്നെ ചെയ്യുന്നത്.
ഇനി പിന്നെ ഞങ്ങളെ റൂമിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കാൻ. സത്യം പറഞ്ഞാൽ അവിടുന്ന് തിരിച്ച് വരേണ്ട മനസ്സേ ഉണ്ടായിട്ടില്ലേനു. ഒരു ഡേയും കൂടി നമുക്ക് അവിടെ നിന്നാൽ മതിയെന്നു വിചാരിച്ചിന്. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് റൂം ഇങ്ങനെ വെക്കേറ്റ് ചെയ്ത് പോകാന്ന്. നമ്മൾ ബാഗും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വണ്ടിയില്ലേ, ആ വണ്ടിയിൽ തന്നെ സാധനങ്ങളെല്ലാം തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കലാന്നേ. അവരെ വണ്ടിയിൽ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തേരോ എന്നുള്ള വിചാരിച്ചിട്ടാണ് നിന്നീനു. നോക്കുമ്പോൾ അവർ സാധനം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നടക്കേണ്ട വന്ന് എല്ലാവരും നടത്ത് പോവാന്ന് ചെയ്തിന്. അങ്ങനെ ആ സാധനമെല്ലാം ബസ്സിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിവിടുന്ന് പോക്കാന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾ കർലാടി ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് പോയിന്. റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അധികം ദൂരമൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇവിടെയാണ് വന്നിന്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച് വലിയ കാണാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല, ഒരു ഗാർഡൻ പോലെ ഇരിക്കുമെന്നല്ലേനു. അത് പറയാനുള്ള കാര്യം എന്താണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും കേട്ടോ. ഇവിടെ പിന്നെ കുട്ടിയൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് പോലത്തെ ചെറിയ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ എല്ലാ വ്യൂ ഇങ്ങനെ നോക്കി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആ ഒരു സംഭവം കണ്ടിരുന്നു. പിന്നെ അപ്പാടും അവിടത്തേക്ക് പോകാൻ കേട്ടോ ചെയ്തിന്. എനിക്കിവിടെ ഇഷ്ടമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇവിടെ ഇല്ലേ താമരയാണോ ആമ്പലാണോ, താമരയല്ല കേട്ടോ, ആമ്പൽ തന്നെയാണെന്ന് തോന്നുന്നു, ഫുള്ളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടേനു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ നല്ല രസമുണ്ടേനു. എനിക്കാണെങ്കിൽ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു യാത്ര പോയിട്ടില്ലേനോ ഉപ്പാൻ്റെയെല്ലാം കൂടെ, ഉപ്പ നാട്ടിലുള്ള ടൈമിൽ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ. അന്നേരം ട്രെയിനിൽ പോയാലോ ഞാനത് കണ്ടേരം മനസ്സിലായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്താ പറയുക, ഇപ്പം ഇങ്ങനെ നേരിട്ടാണോ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമ്മളവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ ഓരോന്നോരോന്നായിട്ട് പതിയെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. പിന്നെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് പറിക്കണമെന്നുള്ളത്. പിന്നെ ആരും കാണാണ്ട് ഞാൻ ഒന്ന് പറിച്ചിനേനു. ഞാൻ 1-2 ഫോട്ടോയെല്ലാം എടുത്ത് പിന്നെ ആരെല്ലോ പറഞ്ഞ് ഇതാ അവർ കണ്ടാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞേരം നല്ല അതവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നിച്ച് വന്ന എല്ലാവരും സിപ്പ് ലൈനിൽ കയറിന് കേട്ടോ. ഞാനും എൻ്റെ കസിനും നമ്മൾ 3 പേര് കയറിയിട്ടില്ല, ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കയറണമെന്ന് ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഇതില്ലേ അത്ര സ്പീഡില്ല, അതുമല്ല ലോങ്ങും അല്ല, എടുത്ത് പെട്ടെന്ന് എത്തുന്ന പോലെ. കുറച്ച് റേറ്റും കൂടുതലാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമ്മൾ കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സിപ്പ് ലൈനിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കയറിയിട്ടില്ല. സിപ്പ് ലൈനിൽ കയറിയവർക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ബോട്ടിങ് ഉണ്ടാവും. അതവർ 2 ട്രിപ്പായിട്ട് വന്ന് ഇറക്കി തരികയാണ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ കുറച്ച് ടൈം എടുത്തിന് കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഒരു തണലത്തിങ്ങനെ ഇരുന്ന് ആ ഒരു ആമ്പലിൻ്റെ എല്ലാം ഒരു വ്യൂ നോക്കിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ വാഷ്റൂമും ടോയ്ലറ്റെല്ലാം ഉണ്ട് ഇവിടെ, അവിടെയെല്ലാം പോയിട്ട് തിരിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ളത്. ഞാൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിന്. ഇത്തവണ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച്. നോക്കുമ്പോൾ മോശമില്ല കേട്ടോ, നല്ല ബിരിയാണി തന്നെയാണ്.
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ ഐസ്ക്രീമും കൂടി എടുത്തിന് കേട്ടോ. ഈ ഒരു ഹോട്ടലിൽ പുറത്തിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത് ഊനാലെല്ലാം ഉണ്ട്. നമ്മളെ ഫാമിലി എല്ലാവരും കൂടി അതിൽ ആടുന്നുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഇവിടുന്ന് ഇറങ്ങലാന്ന്. പിന്നെ ഞങ്ങൾ ഹണി മ്യൂസിയത്തിലേക്കാണ് വന്നിന്. ഇവിടെ ഇങ്ങനെ ഹണീൻ്റെ ഉറവിടം എങ്ങനെയാണ് ആക്കുന്നത് എന്നെല്ലാം അവർ ക്ലാസ് എടുത്ത് അതിന് മുമ്പ് പുറത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചതും ചെറിയ ടോയും തേനും അച്ചാറും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കോണ്ട് പോവാന്ന് കരുതി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും തേൻ കൊണ്ടുവന്നിട്ട് തേൻ ഇവിടെ സംസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഒരു തേനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. നിങ്ങളടുത്ത് തൊട്ടടുത്ത് തേൻ കിട്ടുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആർളം ഫാമൊക്കെ ഇഷ്ടംപോലെ തേൻ സർക്കാരിൻ്റെതായിട്ടും പ്രൈവറ്റായിട്ടും സർക്കാരിന് സപ്ലൈ ചെയ്യുന്നതായിട്ടും സ്ഥലമുണ്ട്. അല്ലെങ്കിൽ കീപ്പള്ളി, എടൂര്, ഇലങ്ങോട്ട്, വള്ളിത്തോട് കംപ്ലീറ്റ് ഉളിക്കൽ 4 ഭാഗത്തേക്കും ഇവർ മട്ടന്നൂർ വരെ എല്ലാ ഭാഗത്തും തേൻ നല്ല കിട്ടുന്ന ഏരിയ. അത് ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ക്ലാസ് എടുത്ത് തരും. ഒറിജിനൽ തേൻ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണെന്നെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതല്ലോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഇവർ നമുക്കൊരു 10 തേനാറ്റോ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി തരും. അതിൽ തടിക്കുന്നുണ്ട്, മെലിയുന്നുണ്ട്, ഗ്ലാമർ വെക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഓരോന്നായിട്ടുണ്ട്. എല്ലാം ഒറിജിനലാന്ന് പറഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാൻ തരും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുന്ന് വാങ്ങാം. പൊട്ടുന്നതിന്, കാലിൻ്റെ അടി പൊട്ടുന്നതിന്, കണ്ണിന് താഴെയുള്ള കറുപ്പിന്, പിമ്പിൾസ്, ഇതിനൊക്കെ പൊരിച്ചിലും എന്നൊക്കെ പറയുക. ഇതൊരു 1.5 ലക്ഷത്തിനുണ്ടാവും. ഇതൊരു 1.5 ലക്ഷത്തിനുണ്ടാവും. അത് അങ്ങനെ കൊണ്ട് കാര്യമില്ല, അങ്ങോട്ട് പോയാവില്ല. 20 ഗ്രാം റോയൽ ജെല്ലി എടുത്തിട്ട് 300 ഗ്രാം സിദർ ഹണിയിൽ മിക്സ് ചെയ്താണ് തരിക. അതൊരു മാസം കഴിക്കാനുണ്ടാവും. അപ്പോൾ 320 ഗ്രാം ഉണ്ടാവും. ദിവസം 10 ഗ്രാം. അത് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു മരത്തിൻ്റെ സ്പൂണുണ്ട്. ആ സ്പൂൺ തന്നെ കഴിക്കുന്നു. അതിൻ്റെ ഒരു ദിവസം കഴിച്ച് ട്രൈ ചെയ്തിട്ട് അത് സൗന്ദര്യം കൂടാൻ, അതേപോലെ 50 വയസ്സിനാളും 16 വയസ്സാണ്. പിന്നെ എക്സ്ട്രാ എനർജി, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഇതിനൊക്കെ പറ്റും. നടന്മാരും നടിമാരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഹണിയാത്ര അത്. അതിൻ്റെ പേര് സിദർ ഹണി എന്നാണ് എന്തോ പറഞ്ഞത്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് ഗുണമെന്ന് പറഞ്ഞാൽ ചെറുപ്പമായി തോന്നാനും സൗന്ദര്യം നിലനിർത്താനും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 1.5 ലക്ഷം രൂപയാണ് കേട്ടോ. ആ ഒരു ബോട്ടിലിനാണ് ആ ഒരു റേറ്റ് പറഞ്ഞ് കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ടീസ്പൂണിന് അവർ പറഞ്ഞത് 4800 ആ ഒരു റേറ്റാണെന്ന് തോന്നുന്നത്. അപ്പോൾ അത്രയും വില കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരാവശ്യമില്ല. ഞാൻ കഴിക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു സ്കാനർ ഉണ്ട്. അത് നമ്മൾ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് അതിൽ നമ്മൾ ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക. ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുമെന്നെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ലക്ഷദ്വീപിലെ മിഠായി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് തന്നെ കിട്ടുമോ? ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ കിട്ടും. അപ്പോൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയത് എന്നാ സംഭവം എന്നറിയാൻ. ഞാൻ വിചാരിച്ചു വലിയ എന്തെങ്കിലും ചോക്ലേറ്റ് ആയിട്ടായിരിക്കും. നോക്കുമ്പോൾ ഈ ഒരു ചെറിയ സാധനം കേട്ടാ.
നമ്മൾ അരിയുണ്ട എള്ളുണ്ട എന്നുള്ള പോലത്തെ സംഭവമില്ലേ, അതാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല, ഇപ്പോൾ ബാഗിൽ തന്നെ ഉണ്ട്. തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങിയതേനു. അന്നേരമാണ് ഹംദ ഈ ഒരു മാഷ്മെല്ലോ ഇല്ലേ, അതെല്ലാവരും കൈ കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് കരുന്നത്. അങ്ങനെ തന്നെ അത് വാങ്ങാനായിട്ട് തിരിച്ച് വീണ്ടും കയറിയതാണ് കേട്ടോ. അതും വാങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങലാണ്. പിന്നെ ഞങ്ങൾ ഇതാ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലാണ് കേട്ടോ വന്നതിന്. ഇത് ഇപ്പം അടുത്ത് ഓപ്പൺ ആയതാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ന്യൂസ് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ ജീപ്പുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾ ജീപ്പിലേക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കയറാൻ ഫ്രണ്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് പോയതേനു. പിന്നെ ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഫുള്ളായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നില്ലേ ഇതിൽ 2 പേർ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ് ഏതാണ് നമ്മൾ ഇവർ വിട്ട് കഴിഞ്ഞിട്ട് പോവാൻ, എങ്ങനെയാണ് ഇത് സംഭവം എന്നെല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ആക്കി നിൽക്കലാന്ന് കേട്ടോ. മുകളിൽ നിന്ന് റിഫൈസിങ് വീഡിയോ എടുക്കുന്നുണ്ടേനു കേട്ടോ. അതിനാണ് അറിയില്ലേനു. അതുകൊണ്ട് നിങ്ങൾക്ക് 2 സൈഡിലുള്ള ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വന്നിട്ടാ ശ്രദ്ധിക്കുന്നത്. താഴ്ന്ന് ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ അത്ര വലിയ സീനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മുകളിൽ നിന്ന് ആ ഒരു നല്ല ഹൈറ്റിലാണ് കൊണ്ടുപോയിന്ന് ഇപ്പം കേട്ടോ മനസ്സിലായിന്. ഇല്ലടാ ആ വിടുമ്പോഴേ ഉള്ളൂ, പിന്നെ നല്ല അടിപൊളിയാ. അതിന്റെ മുകളിൽ കയറി നല്ല രസില്ലേ.
അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസെല്ലാം എടുത്തിന്. എല്ലാം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളൊന്ന് കണ്ടോക്കുക. ഹംദക്കെല്ലാം നല്ല പേടിയേനു കേട്ടോ. എന്നിട്ട് ഓളും ഉമ്മയും ബാക്കി ആപ്പമാരും അവരെല്ലാവരും വേഗം തന്നെ ഇറങ്ങിയേന്. ഇവിടെ ഒരാൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ 300 അങ്ങനെ എത്രയാണ് റേറ്റ്. അത്യാവശ്യം നല്ല സംഭവം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പോയ ടൈമിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ മാത്രമായതുകൊണ്ട് നമുക്ക് പറ്റി വീഡിയോസും ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റി. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നല്ല രസമുണ്ട് എന്നുള്ള ആ ഒരു വ്യൂ കാണാൻ. നമ്മൾ സിപ്പ് ലൈനിൽ കയറാണ്ട് വന്ന ഓർമ്മയില്ലേ, കാരാപ്പോയ ഡാമിൽ പോകുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ സിപ്പ് ലൈനിൽ കയറാനില്ലേ അവിടുന്ന്. ഇനിയിപ്പോൾ കാരാപ്പോയ ഡാമിലൊന്നും പോകുന്നില്ല കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോക്കാണ്, വേറെ എവിടെയും പോകുന്നില്ല. ഇപ്പം തന്നെ 5:30-6 മണി ആ ഒരു ടൈം ആവാറായിന്. ഇനി പോയാൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ച് പോക്കാണ്. ഈ കഴിഞ്ഞ 2 ദിവസം പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ടേനു കേട്ടോ. എന്താ പറയുക, തിരിച്ച് വീട്ടിലെത്തിയിട്ടും മതി വരാത്ത പോലെയിരുന്നു. വീണ്ടും വീണ്ടും പോകണമെന്ന് വീണ്ടും ഒരു ആഗ്രഹം തോന്നില്ലേ, അത്രക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് താഴെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഞാൻ കാണുന്നത് കേട്ടോ. ഇങ്ങനെ അവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നത്, അതെല്ലാം ഇങ്ങനെ നോക്കി പോക്കാണ്. തിരിച്ച് പോകുമ്പോൾ നമ്മൾ 1-2 റീലെല്ലാം എടുത്തിനു. അതെല്ലാം ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, താല്പര്യമുള്ളത് കണ്ടോക്ക്. പിന്നെ ഈ വീഡിയോ ഇത്ര ലേറ്റ് ആവാൻ കാര്യം എനിക്ക് സുഖമില്ലാണ്ട് 1-2 ദിവസം പനിയും പിന്നെ തൊണ്ടവേദനയും, സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ സൗണ്ടിൽ ചെറിയ മാറ്റം ഉണ്ടാവും, അങ്ങനെയുള്ള ആയിട്ടേനു. പിന്നെ ഒരു മഗ്‌രിബിൻ്റെ ടൈമിലായിരുന്നു നമ്മൾ ചായ കുടിക്കാൻ കയറി. ഞാനും ഹംദയും ഹോർലിക്സ് ആണ് കേട്ടോ പറഞ്ഞിന്. ഹോർലിക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞേരം ബസ്സിൽ നിന്ന് വീണ്ടും വേറെ വീഡിയോസും എല്ലാം എടുത്തിന്. എല്ലാം ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയി. തട്ടുകടയിൽ കേട്ടോ ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, നല്ല ചൂടോടെയാണ് കേട്ടോ എല്ലാം കൊണ്ട് തന്നിന്. പൊറോട്ടയിൽ നല്ല ചൂടുണ്ടേനും, കഴിക്കാനാണ് ടൈം എടുത്തിന്. ഞാൻ പൊറോട്ടയല്ല കേട്ടോ വാങ്ങിന്. നല്ല പൊറോട്ട വേണോ? ഒരു പൊറോട്ട ഒന്ന് ഓർഡർ ചെയ്യാം. ഞാൻ 10 മിക്സില്ലേ അതാണ് കേട്ടോ വാങ്ങിന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ, നല്ല അടിപൊളിയാണ്. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടേനു. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാന്ന് കേട്ടോ. ഇവിടുന്ന് മുതൽ അങ്ങോട്ടാണ് തണുപ്പ് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാനായിട്ടാ. അതുവരെ വയനാട്ടിൽ വലിയ തണുപ്പായിട്ട് തോന്നിയിട്ടില്ല,
ചുരം ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ് ഫീലായിന്. പിന്നെ ഇനി അങ്ങോട്ട് ഓരോരുത്തർ അവരുടെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യലും അങ്ങനെയല്ലേനു കേട്ടോ. നല്ല രസമുണ്ടേനു. ഓരോന്ന് പെട്ടെന്ന് എത്തിയ പോലെ ഉണ്ടേനു. അങ്ങനെ ബാക്കിയുള്ള കാര്യമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഈ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 1K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്, മാഷാ അല്ലാ. ഇനി അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.